ഹായ്, ഇന്നത്തെ വീഡിയോ ഈ ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോയാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതേപോലത്തെ നെറ്റ് ഫാബ്രിക് 3 മീറ്റർ, ലൈനിങ് ക്രീപ്പ് ലൈനിങ് 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു 6 വയസ്സൊക്കെ ഉള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ നെറ്റ് ഫാബ്രിക് ആദ്യം ഇതേപോലെ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം യോക്കിലേക്കുള്ളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുത്തതിന് ഒന്നുകൂടി ഇങ്ങനെ മടക്കി 4 ആക്കിയിട്ട് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ട് നമുക്ക് യോക്കിന് എത്ര അളവാണ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇവിടെ 12.5 ഇഞ്ചാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ 12.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ യോക്കിനുള്ളത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ള കുട്ടിയുടെ അളവാണിത്. അപ്പോൾ ഇതിനേക്കാളും വലിയ കുട്ടിയാണെങ്കിൽ നിങ്ങളിതിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടെ കൂട്ടുക. ചെറിയ കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത്ത് കുറച്ചെടുക്കുക. എന്നിട്ട് ഈ സൈഡ് ഭാഗത്ത് വർക്കില്ല, അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ ഇതിന് നമുക്ക് രണ്ടാക്കി സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഫ്രണ്ടിലോട്ടുള്ള പീസും ബാക്കിലോട്ടുള്ള പീസും രണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കുക. നല്ല വശത്തോട്ട് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ സൈഡിലോട്ടാക്കി ഇടുക. ഫോൾഡഡ് അപ്പുറത്തും ഓപ്പൺ സൈഡ് നമ്മുടെ ഭാഗത്തോട്ടും ആക്കി ഇട്ടിട്ട് ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് സിബ് വയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ 1/2 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് നമ്മളവിടെ കൂട്ടി ഇട്ട് കൊടുക്കുക. തയ്യൽ തുമ്പ് പോലെ സിബിന് വേണ്ടി നമ്മളത് ഇങ്ങനെ 1/2 ഇഞ്ചിൽ നമ്മൾ വരച്ചെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസ് വന്നിട്ട് ഇപ്പുറത്തോട്ട് തിരിച്ചിടുക. ഓപ്പൺ സൈഡ് ഇപ്പുറത്തോട്ടും മടക്കുന്ന സൈഡ് നമ്മുടെ വശത്തോട്ടും. ഇപ്പം നമ്മൾ 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തില്ല, ആ വരയുടെ മുകളിലായിട്ട് കറക്റ്റായിട്ട് മടക്കിയിട്ട് വേണം രണ്ടാമത്തെ പീസ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ രണ്ടാമത്തെ പീസ് നമ്മൾ വെച്ചത് ഫ്രണ്ടിലോട്ടുള്ളതാണ്, അതിൽ സിപ്പ് വയ്ക്കണില്ല, അതുകൊണ്ട് അതിൽ കട്ടിങ് വേണ്ട. അപ്പോൾ കട്ടിങ് ഇല്ലാത്ത ഭാഗമാണ് നമ്മുടെ സൈഡിൽ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു. ഷോൾഡർ വന്നിട്ട് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ആം ഹോളും 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ പോയിന്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇട്ട് കൊടുക്കുക. സ്ട്രൈറ്റ് ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് ആ മൂലഭാഗമില്ലേ അവിടെ നിന്ന് ഇതുപോലെ ഒരു 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് ഞാൻ ഇവിടെ 7.5 എടുത്തിരിക്കുന്നത്. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ലെങ്ത്ത് വന്നിട്ട് ഞാൻ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഏറ്റവും ഈ താഴ്ഭാഗമില്ല അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇതുപോലെ മുകളിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് ഷേപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സൈഡിലെ പോയിന്റുകളില്ലേ അതും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ ബാക്ക് ആം ഹോളും മാർക്ക് ചെയ്തില്ലേ, അതിൽ നിന്നൊരു 1/4 ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്ക് എടുത്ത് കൊടുക്കണം. നെക്ക് വിഡ്ത്ത് വന്നിട്ട് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അത് നമുക്കൊന്ന് ഇതുപോലെ വിഡ്ത്ത് 2 ഇഞ്ച് വിഡ്ത്തിൽ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് പോവില്ലേ, അപ്പം 4 ഇഞ്ച് എന്നുള്ളത് 4.5 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ 4.5 ഇഞ്ച് ലെങ്ത്തും 2 ഇഞ്ച് വിഡ്ത്തുമാണ് ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്ക് സെയിം വിഡ്ത്ത് തന്നെ, 2 ഇഞ്ച് വിഡ്ത്ത്. നെക്കിൻ്റെ വിഡ്ത്ത് എപ്പോഴും ഒരേപോലെ ആയിരിക്കും, ബാക്കും ഫ്രണ്ടും. 2 ഇഞ്ച് വിഡ്ത്തും 3.5 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് വന്നിട്ട് 3.5 ഇഞ്ചും വിഡ്ത്ത് വന്നിട്ട് 2 ഇഞ്ചുമാണ് ബാക്ക്
എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്ത് ഷേപ്പാണോ ഇഷ്ടം അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ബാക്ക് നെക്കും ബാക്ക് ആം ഹോളും കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് നെക്കും ബാക്ക് ആം ഹോളുമാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആം ഹോൾ കട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ബാക്ക് ആം ഹോൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടില്ല, അതിൽ കൂടെ കട്ട് ചെയ്യരുത്. അത് നമ്മൾ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, എന്നിട്ട് ഇതൊന്ന് ഒരു പീസ് ഇങ്ങനെ ബാക്ക് പീസ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതേപോലെ ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത് ഞാൻ കൂടുതലായിട്ടൊന്നും വീഡിയോസ് ഇടാത്തത്, ഒരു വീഡിയോ ഇട്ട് അടുത്ത വീഡിയോ ഇടാൻ ഭയങ്കര ടൈം എടുക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഇടാൻ നല്ല താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് കാണുന്നവർ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 4 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2ആക്കി മടക്കിയ ക്ലോത്താണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രോക്കിൽ നാട വെക്കില്ലേ, നാട വെച്ച് കൊടുക്കാനാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആക്കി എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നാടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ 6 ഇഞ്ചിലൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ഫുള്ളും 2 ഫോൾഡാക്കി മടക്കി വെച്ചതെന്ന് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്കേർട്ട് പോർഷനിക്ക് അപ്പോൾ കറക്റ്റായിട്ടിരിക്കും. അതുകൊണ്ടാണ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് നമുക്ക് എടുത്തു വയ്ക്കാം. എന്തെങ്കിലും പൂവോ ഫ്ലവറൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബട്ടർഫ്ലൈ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് പീസ് വരില്ലേ, അത് നമുക്ക് ക്ലിപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈക്കുള്ളത് 6 ഇഞ്ച് വിട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിനുള്ളത് കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ആം ഹോളിൻ്റെ അളവൊന്നും എടുക്കുക. അപ്പം എനിക്ക് ഇങ്ങനെ അളവെടുത്തപ്പോൾ 8 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ 8 ഇഞ്ച് കിട്ടി. ഇനി നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം കൊടുക്കുന്നത്, സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് ഞാൻ 4.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 4.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് 2ആക്കി ഫോൾഡ് ചെയ്തിട്ട ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇതേപോലെ 4.5 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇതുപോലെ 2 ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വർക്കില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പീസുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബാക്ക് വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് സ്ലീവ് എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മടക്കിയിടേണ്ടത്. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം, അല്ലെങ്കിൽ ചീത്ത വശങ്ങൾ തമ്മിൽ ബാക്ക് വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ 8 ഇഞ്ചിൽ കിട്ടി. അപ്പോൾ 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് താഴത്തോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ താഴത്തോട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഒരു 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. 8 ഇഞ്ച് വിട്ടുന്ന ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ കൊണ്ട് മുട്ടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ ചരിച്ചു കൊടുക്കുക. ഇനി സ്ലീവിൻ്റെ എൻഡിൽ വേണ്ടത് 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒരു 2 ഇഞ്ചോ 1 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ അളവും മാർക്ക് ചെയ്തിട്ട് സ്ലീവിനുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് സ്ലീവിൻ്റെ ഫ്രണ്ടിലോട്ടുള്ളതൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ കൊണ്ട് മുട്ടിക്കണം. ഈ മുകളിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് നമ്മളിങ്ങനെ 1 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ചരിച്ച് കൊണ്ടുവന്നിട്ട് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ കൊണ്ട് മുട്ടിക്കണം. ഒരു 1/4 ഇഞ്ചിൽ ചരിച്ച് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് അതിങ്ങനെ നിവർത്തി കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. സ്ലീവ് ഇങ്ങനെ നിവർത്തിയിട്ട് 2 സ്ലീവിൻ്റെയും ഫ്രണ്ട് സൈഡ് മാത്രം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തു. ആ കട്ട് ചെയ്ത് അവിടെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ
ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങിൽ ഒന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സ്ലീവ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സ്ലീവിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ അളവിൽ നമ്മൾ അളവ് കറക്റ്റ് അളവല്ല, ഒരു ഇച്ചിരി കൂട്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് സ്കേർട്ടിലേക്കുള്ളതാണ്. അപ്പോൾ സ്കേർട്ടിലേക്കുള്ളത് ഇത് കണ്ട് ഇതിൽ വർക്കില്ലാത്ത ഭാഗമില്ലേ, കരഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. 2 സൈഡത്തെയും കരഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് 7 വയസ്സുള്ള കുട്ടിയുടെ ഫ്രോക്കാണ്. കുട്ടിയുടെ കാൽമുട്ടിനുള്ള ഇറക്കം മതിയാവും ഇതിന്. അപ്പോൾ 18 ഇഞ്ച് മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലെങ്ത്ത് വേണമെങ്കിൽ ഫാബ്രിക് കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വരും. ഇനി നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. ഇത് ഫുള്ളും ഇതുപോലെ നമ്മൾ രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടാക്കി ഫുള്ളായി മടക്കിയിട്ടിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് 2 പീസും സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. ഫ്രണ്ടിലേക്കുള്ളതും ബാക്കിലേക്കുള്ളതും രണ്ടിലോട്ടുള്ളതും നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് രണ്ടും സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കുള്ളതും ബാക്കിലേക്കുള്ളതും സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്കേർട്ടിലേക്കുള്ള നെറ്റും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 19 ഇഞ്ചാണ് ഉള്ളത്. നമുക്ക് ഫ്രോക്കിലേക്ക് വേണ്ടത് 18 ഇഞ്ചാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഏറ്റവും എൻഡ് വശം ഇതുപോലെ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യില്ലേ, അപ്പോൾ 1 ഇഞ്ച് കുറയും. അപ്പം നമുക്ക് വേണ്ട 18 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ തന്നെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആദ്യം നെറ്റ് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് നമ്മൾ ഇതുപോലെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ലൈനിങ്ങും ഇതുപോലെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് യോക്കിൻ്റെ ഒരു പാർട്ട് എടുക്കുക, ഒരു പീസ് എടുക്കുക. യോക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ലെങ്ത്തിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. ഇതേ ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. ഫ്രണ്ടിലേക്കുള്ളതും ബാക്കിലേക്കുള്ളതും കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലോട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലോട്ടുള്ള പോർഷനാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് അതിൻ്റെ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതേപോലെ അതിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിലേക്കുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ബാക്കിലേക്കുള്ളത് പറയുമ്പോൾ നമ്മുടെ ഓപ്പൺ സൈഡ് ഇങ്ങനെ വരണം. ഓപ്പൺ സൈഡ് സെൻറ്ററിലേക്ക് വരണം. സിബ് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ അതിന് മുകളിലായിട്ട് വെച്ചിട്ട് അതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ടുള്ളതും ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ട് നെറ്റിൽ 6 ഇഞ്ചിൽ നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ അതേ 6 ഇഞ്ചിൽ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ലൈനിങ്ങിൻ്റെ കട്ട് ചെയ്തെടുത്തു. ഇനി ലൈനിങ് നമ്മൾ സ്കേർട്ടിലേക്കുള്ളത് വേണമല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ബാലൻസ് ഉള്ള പീസ് ഫുള്ളായിട്ട് രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കൊടുത്ത് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതേപോലെ തന്നെ 19 ഇഞ്ചാണ് ലെങ്ത്ത് ഉള്ളത്. അപ്പോൾ ലെങ്ത്ത് അതുപോലെ 19 ഇഞ്ചാണ് ഉള്ളത്, നെറ്റ് പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലൈനിങ്ങിൽ നിന്ന് 1 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ലൈനിങ് ഒന്ന് ഇപ്പോൾ 1 ഇഞ്ചൊക്കെ ആക്കി ഫോൾഡ് ചെയ്യുക. നെറ്റ് വന്നിട്ട് 1/2 ഇഞ്ചിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ലൈനിങ് വന്നിട്ട് 1 ഇഞ്ചിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ 6 ഇഞ്ചിൽ വിഡ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായില്ലേ, അപ്പോൾ 6 ഇഞ്ച് വിഡ്ത്തും അതിന് ഇങ്ങനെ 8 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് ലെങ്ത്താണ്. 8 ഇഞ്ച് ലെങ്ത്ത് പറയുമ്പോൾ ഫുൾ ലെങ്ത്ത് വന്നിട്ട് 16 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ 16 ഇഞ്ച് ലെങ്ത്തും 6 ഇഞ്ച് വിഡ്ത്തിലുമാണ് നമ്മൾ ബട്ടർഫ്ലൈക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ്ങിൻ്റെ കരഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൈനിങ്ങും ഇതുപോലെ മടക്കി കൊടുക്കുന്ന സമയത്ത് 8 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 16 ഇഞ്ച്. അപ്പോൾ നമ്മൾ അതുപോലെ 2 പീസും ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക, നെറ്റും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബട്ടർഫ്ലൈക്കുള്ളതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ഉള്ളത് ഇതാണ്. ഇത് നമുക്ക് ക്ലിപ്പ് ഫ്ലവറൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ബാലൻസ് പീസ് എടുക്കാം.
അപ്പോൾ നമ്മുടെ ഫുൾ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.